ഹായ് മക്കളെ, സൈലന്റ് കീം ഇൻഫോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, അലോട്ട്മെൻറ്റ്, ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് തന്നു. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? ഗവൺമെൻറ് കോളേജുകൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉറപ്പില്ല അല്ലേ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിങ് കോളേജസും മറ്റ് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് കൂടെ പരിചയപ്പെടുത്തണം, അതിൽ റാങ്ക് പറയണം. പക്ഷേ ഇതൊരു ഹിമാലയൻ ടാസ്ക്കാണ്. കാരണം മോർ ദാൻ 123 കോളേജസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് തന്നെ 25ഓളം കോളേജുകളുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. മക്കളെ, ഒരു ഡിസ്പ്ലേ കാണുന്നുണ്ട് ഇപ്പോൾ, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. അപ്പോൾ ഇതിൻ്റെ ഫീസ് എത്രയാണ് ഇതിൻ്റെ ഫീസ്? ഇതിൻ്റെ ഫീസ് 40,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് അതിൽ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അതിൽ കാണാം, ഫീസ് സ്ട്രക്ചർ കാണാം. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 40,000 സീറ്റാണോ നിങ്ങൾ എടുക്കുന്നത്, 60,000 സീറ്റാണോ എടുക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശരി, ആദ്യം ഏതെടുക്കണം? കുറഞ്ഞ ഫീസിൽ എടുത്തിട്ട് മാത്രം അതിലേക്ക് പോവാം. ഞാൻ ഒരു ഓർഡർ തരട്ടെ. ഓർഡർ തരുന്നത് എല്ലാ കോളേജിൻ്റെ ഓർഡർ ഇല്ല, എന്നാലും കഴിഞ്ഞ വർഷത്തെ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റൊക്കെ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഓർഡറാണ് ഇത്. കുറേയൊക്കെ എൻ്റെ ഒരു വ്യക്തിപരമായ ലിസ്റ്റും കൂടിയാണ്. ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വരുത്താം. ഇതൊരു ഫൈനൽ ഓർഡറൊന്നുമല്ല. എന്നാലും പൊതുവേ കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസിന് താല്പര്യം കൊടുത്ത കോളേജുകളുടെ ഓർഡർ നോക്കുമ്പോൾ ഏത് മേഖലയിലാണ്? ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിൽ. അത് IHRDൻ്റെ കീഴിലെ കോളേജുകളുണ്ട്, കോപ്പറേറ്റീവ് കോളേജുകളുണ്ട്, പല സെക്ടറിലെ കോളേജുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളമാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളത്ത് 1286 വരെയാണ് രണ്ടാം ഘട്ടത്തിൽ പോയിരിക്കുന്നത്. കണ്ടോ, ഏകദേശം നമ്മുടെ ഏതിനോടൊക്കെ കിടപിടിക്കുന്ന, നമ്മുടെ തൃശ്ശൂരിനോടും അല്ലെങ്കിൽ TKM-നോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് റാങ്ക് റേഞ്ച് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും പൊതുവേ നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു പേരുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ട് പിന്നാലെ SCT ട്രിവാൻഡ്രമാണ്. SCT ട്രിവാൻഡ്രത്തിലേക്ക് പോയിരിക്കുന്ന 4481 വരെ രണ്ടാം റൗണ്ടിൽ പോയിട്ടുണ്ട്. ഇതെന്ത് റാങ്കാണ് മക്കളെ ഞാൻ പറഞ്ഞത്? ഇത് ഒരുപാട് കാറ്റഗറി കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ. ജനറൽ റാങ്കാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള റാങ്ക് കിട്ടണമെന്ന് എന്ത് ചെയ്യണം? c.kerala.gov.in സൈറ്റിൽ പോയിട്ട് പ്രീവിയസ് റാങ്ക് നോക്കിയാൽ മതി കേട്ടോ. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ട. പിന്നെ മാക്സിമം കാര്യങ്ങൾ ചുരുക്കി പറയുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജനറൽ മാത്രം പറയുന്നത്. മറ്റ് റിസർവേഷൻ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല, പെട്ടെന്ന് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, തീർച്ചയായിട്ടും നോക്കാനും പറ്റും. SCT കഴിഞ്ഞാൽ കുട്ടികൾ പ്രാധാന്യം കൊടുത്ത ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിനാണ്. ചെങ്ങന്നൂരിൽ 7773 റാങ്ക് വരെ പോയിട്ടുണ്ട്. ചെങ്ങന്നൂർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ LBS. പക്ഷേ LBS ട്രിവാൻഡ്രം വുമണാണ്, അതായത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ആൺകുട്ടികൾ അവിടെ പോകണ്ട കേട്ടോ. നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല, അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജാണ്. ശരി, എന്താ പോകണ്ട, പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജാണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ മക്കളെ, അത് 10,000 വരെ പോയിട്ടുണ്ട്. ഒരു 10,200 ആ റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട്. അതായത് LBS വുമൺ. അപ്പോൾ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണത് LBS ട്രിവാൻഡ്രം. പിന്നെ അടൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജല്ല, അടൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ അത് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിൽപ്പെടുന്ന കോളേജാണ്. 40,000 to 60,000 ഫീസ് വരുന്ന അടൂരിൽ 14,700 വരെയൊക്കെ പോയിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസിന് കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ തലശ്ശേരിയും അടൂരും ഓൾമോസ്റ്റ് ഒരേ റേഞ്ചാണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 5-6 എന്ന് പറയാൻ പറ്റില്ല. കാരണം തലശ്ശേരി കഴിഞ്ഞ പ്രാവശ്യം ഒരു 13,800 to 14,200 ആ റേഞ്ചിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അടൂരിലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിന് കൊടുക്കുക. മലബാർ മേഖലയിലെ ഒരു തലശ്ശേരിക്കാണ് പ്രാധാന്യം, അതിന് കൊടുക്കുക. അതിന് ആർഗ്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. ഓൾമോസ്റ്റ് ഒരേ റേഞ്ചിലാണ് കാണുന്നത് ഇപ്പോഴും. ഓക്കെ, എന്നാലും അടൂരിന് ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടം. ഇപ്പോൾ തലശ്ശേരിയാണ് തൊട്ട് പിന്നാലെ നിൽക്കുന്നത്. പിന്നെ വടകര ഓൾമോസ്റ്റ് നമുക്കൊരു 15,700 വരെയൊക്കെ വടകര പോയിട്ടുണ്ട്. പിന്നെ കൊല്ലത്ത് പെരുമണ്ണുള്ള കോളേജാണ്. അത് 15,200 ആ റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ കൊല്ലം നമുക്ക് ശ്രദ്ധിക്കണം. കൊല്ലത്ത് 15,200 വരെയൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചിൽ പോയതാണ്. പിന്നെ LBS കാസർഗോഡൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഓർമ്മിച്ചോ, അതൊരു 9ാമത്തെ സ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 15,200 15,300 വരെയൊക്കെ കാസർഗോഡ് പോകുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അതൊരു 16,000 റേഞ്ചിൽ പോകുന്നുണ്ട്. കിടങ്ങൂർ ഒരു 19,000, ഒരു 20,000 വരെ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് കോളേജുകളുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ ഏകദേശം ഒരു അസംഷൻസ് നോക്കുക പ്രീവിയസ് റാങ്ക് വെച്ച്. കിടങ്ങൂർ
തിരുവല്ല എത്ര വരെ പോയിരിക്കുന്നത് 21,000 സംതിങ് ആ റേഞ്ചിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നില്ല, അത്രയും ഒരു റാങ്ക് നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും പരിഗണിക്കേണ്ട കോളേജുകളാണ് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്. ഈ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഒരു ഏകദേശം ഓർഡറാണ്, തീർച്ചയായും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ഇതൊരു ഫൈനൽ ഓർഡറൊന്നുമല്ല. അപ്പോൾ നമുക്കിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, ഒരു 20,000 21,000 റേഞ്ചിൽ വന്നാൽ തന്നെ ഈ 40-60,000 ഫീസുള്ള ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ ലഭിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദ്യം മനസ്സിലുണ്ടാവും, ആ ചോദ്യം ഞാൻ കേട്ടു, സാറേ സ്വാശ്രയ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് പറയുമോ സെൽഫ് ഫിനാൻസിങ്. പിന്നെ ചില കുട്ടികൾ ആദ്യം തന്നെ സെൽഫ് ഫിനാൻസിങ് സെലക്ട് ചെയ്യും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹോസ്റ്റൽസ്, കാശ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് സൗകര്യങ്ങളാണ് വേണ്ടത്, നല്ല ക്യാമ്പസ്, പിന്നെ കുറച്ച് നല്ല പെരുമയുള്ള കോളേജുകൾ, ഇതൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ റാങ്ക് നോക്കുമ്പോൾ നമ്മളങ്ങ് ഞെട്ടിപ്പോകും. ഗവൺമെൻറ് കോളേജിനോട് കിടപിടിക്കുന്ന റാങ്കുകൾ വന്നിരിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും കൂടി ഞാൻ തരാം. ഇനി ഞാൻ എന്താ പറയാൻ വേണ്ടി പോകുന്നത്, കേരളത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെൻറ് നോക്കി ഇല്ല, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് നോക്കിയില്ല, സെൽഫ് ഫിനാൻസിങ് സ്വാശ്രയ കോളേജിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് നല്ല കോളേജുകൾ, അവിടുത്തെ അപ്രോക്സിമേറ്റ് ഒരു ജനറൽ റാങ്ക് റേഞ്ചാണ്. റിസർവേഷൻ കാറ്റഗറി ഞാൻ പറയുന്നത് രാജഗിരിയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എവിടെയാണ് രാജഗിരി? എറണാകുളം. എറണാകുളത്ത് 5,500 5,500 അടുത്തേക്ക് 5,444 ഏകദേശം 5,500 600 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. മുത്തൂറ്റ് പുതുതായിട്ട് വന്നൊരു കോളേജാണ് മുത്തൂറ്റ്, പക്ഷേ അത്യാവശ്യം റേറ്റിങ്ങിൽ കയറി വന്നിട്ടുണ്ട് മുത്തൂറ്റ്. അപ്പോൾ അതുമാത്രമല്ല കുട്ടികൾ കൂടുതൽ പ്രിഫറൻസ് ഏകദേശം രാജഗിരിൻ്റെ അടുത്ത് തന്നെ എത്രയാണ് 6,000 അറൗണ്ട് 6,000 റാങ്കിലേക്ക് മുത്തൂറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന അത്യാവശ്യം നല്ലൊരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേരുള്ള കോളേജാണ് ഫെഡറൽ ബാങ്കിൻ്റെ കോളേജ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫിസാറ്റിന് 8,100 വരെ 8,059 വരെയാണ് കറക്റ്റ് പോയിട്ടുള്ളത് സെക്കൻഡ് റൗണ്ട്. പിന്നെ 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന മാർ ബസേലിയസ്, ട്രിവാൻഡ്രത്തുള്ള മാർ ബസേലിയസിൽ 11,297 ഏകദേശം ഒരു 11,300 വരെയൊക്കെ പോയിട്ടുണ്ട്. ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ക്രൈസ്റ്റിൽ ഓൾമോസ്റ്റ് 11,800 12,000 ആ റേഞ്ചിലാണ് പോയിരിക്കുന്നത്. പിന്നെ സെയിൻറ്റ് ഗിറ്റ്സ് കോട്ടയത്ത് ഇതൊരു ഓർഡറായിട്ട് നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഓർഡറായിട്ട് എടുക്കുകയൊന്നും വേണ്ട കേട്ടോ, വേണം ചേഞ്ച് വരുത്തുക, വീണ്ടും ഞാൻ പറയുകയാണ്. സെയിൻറ്റ് ഗിറ്റ്സ് കോട്ടയത്തിലെ 12,821 പിന്നെ SCMS എറണാകുളം, അതും അത്യാവശ്യം പഴക്കമുള്ള കോളേജാണ്, നല്ല പേരുള്ളൊരു കോളേജാണ്. അവിടെ ഓൾമോസ്റ്റ് 16,200 വരെ പോയിട്ടുണ്ട്. ഇവിടെ 16,200 വരെ പോയ ഇവിടെ SCMS എറണാകുളം. പിന്നെ സെൻറ്റ് ജോസഫ് പാലയിൽ ഓൾമോസ്റ്റ് അതേ റേഞ്ചാണ്, 16,300 വരെ പോയിട്ടുണ്ട്. പിന്നെ ആദിശങ്കര എറണാകുളം, അതും ആ റേഞ്ച് തന്നെയാണ്, 16,700. അപ്പോൾ 16,500-700 റാങ്കിൽ പോയ 3 കോളേജുകൾ ഞാൻ പറഞ്ഞില്ലേ, ഏതൊക്കെ? എറണാകുളത്തെ SCMS, പിന്നെ പാലയിലുള്ള സെൻറ്റ് ജോസഫ്, പിന്നെ എറണാകുളത്തുള്ള ആദിശങ്കര. മക്കളെ പിന്നെ നമ്മൾ നോക്കേണ്ടത് വിശ്വജ്യോതി കോളേജ് എറണാകുളം, അതും വലിയ കുഴപ്പമില്ല, അത് 18,500 വരെയൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഏത് ബ്രാഞ്ചാണ്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ ടോക്കച്ച് എറണാകുളം ഒരു 19,800 വരെ പോയിട്ടുണ്ട്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ഒരു 21,500 വരെ പോയിട്ടുണ്ട്. വിദ്യ അക്കാഡമി തൃശ്ശൂർ ഒരു 21,400-500 ആ റേഞ്ചിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 123 കോളേജുകളും ഒരു വീഡിയോയിൽ പറയുന്നത് പോസിബിൾ അല്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു 13-ൽ തൽക്കാലം നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ പ്രീവിയസ് റാങ്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസിന് കുട്ടികൾ കഴിഞ്ഞ വർഷം കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഏത് മേഖലയിലെ കോളേജുകൾ? സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഓക്കെ, സ്വാശ്രയ മേഖലയിലെ കോളേജസ്. ഈ വീഡിയോ തുടർന്ന് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു AI-ൻ്റെ പുതിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? കൺവെൻഷനായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾ മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ കൂടെ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാവണം. അപ്പം ഞാൻ വളരെ ക്വിക്കായിട്ട് വളരെ വേഗത്തിൽ മറ്റ് ബ്രാഞ്ചുകളിലേക്ക് പോവാം. മക്കളെ, നിങ്ങളൊരു വെറൈറ്റി ആഗ്രഹിക്കുകയാണ്, ഒരു വെറൈറ്റി പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്നുള്ള കോഴ്സ് നോക്കാം. അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, ഫിസാറ്റ്, വിശ്വജ്യോതി, വിമൽ ജ്യോതി, ഇത്രയും കോളേജുകളാണ് ഉള്ളത്. ഏതാ കോഴ്സിൻ്റെ പേരെന്താ? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ്, ഞാൻ ജസ്റ്റ് വേണം എഴുതി കാണിക്കും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, CS ആൻഡ് ഡിസൈൻ. ഒരു വെറൈറ്റി പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പിടിച്ചു നോക്കാൻ പറ്റുന്ന സംഗതിയാണ്. അവിടെ 8,800 മുതൽ 36,000 വരെ പോയിട്ടുണ്ട്. എത്ര 8,800 മുതൽ 36,000 വരെ, 8,800 മുതൽ 30. നല്ല കോളേജുകൾ സ്റ്റാർട്ടിങ്ങിൽ 8,800, അത് നല്ല കോളേജ് എന്ന് പറയുമ്പോൾ കോഴിക്കോടൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത്. ഈ 36,000 വരെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്നുള്ള കോഴ്സിന് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ല, വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടോ? വെറൈറ്റി ഉണ്ടല്ലോ. കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI പ്ലസ് മെഷീൻ ലേണിംഗ് പുതിയൊരു കോഴ്സാണ്, അടിപൊളിയാണെന്ന് പറയപ്പെടുന്നു. 4 വർഷം 5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്താണ്
എൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ഒരു കരിയർ ഗൈഡ് എന്നുള്ളത് ഞാൻ ചെയ്തു തരാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല, എന്നാലും ഒരുപാട് സാധ്യതകൾ പരിഗണിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ അതിന് സമയമില്ല. കോഴ്സിൻ്റെ പേര് മാത്രം കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI പ്ലസ് മെഷീൻ ലേണിംഗ്. ഇതിന് ആറ്റിങ്ങൽ, കൊട്ടാരക്കര, ചെങ്ങന്നൂർ, SCT ഈ 4 കോളേജുകളിലാണ് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിലുള്ളത്. പിന്നെ 12 സെൽഫ് ഫിനാൻസിങ്ങും 6685 മുതൽ 52,000 വരെ. ഏതാ കോഴ്സിൻ്റെ പേരെന്താ? കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI പ്ലസ് മെഷീൻ ലേണിംഗ്. ഏതൊക്കെ കോളേജുകൾ? ആറ്റിങ്ങലുണ്ട്. ആറ്റിങ്ങൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിംഗ് ആണ്. പിന്നെ കൊട്ടാരക്കര, ചെങ്ങന്നൂർ, SCT നേരത്തെ പറഞ്ഞ SCTയിലൊക്കെ ഉണ്ട്. പിന്നെ 12 സെൽഫ് ഫിനാൻസിംഗും ഉണ്ട്. സെൽഫ് ഫിനാൻസിങ് ഫീസ് റേഞ്ച് ശ്രദ്ധിക്കണം, 1 lakhൻ്റെ അടുത്തൊക്കെ വരും. 6685 മുതൽ 52,000 വരെ റാങ്ക് റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്, നല്ല റേഞ്ചിലേക്ക് കയറിയിട്ടുണ്ട്. ഇടമക്കളെ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡാറ്റ സയൻസ് ഉള്ള കോഴ്സുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ 52 ബ്രാഞ്ച് ഉണ്ട് എഞ്ചിനീയറിങ്ങിന്. കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡാറ്റ സയൻസ് ഉണ്ട്. അതിൽ MA കോളേജ് കോതമംഗലം, പിന്നെ അടൂർ, പിന്നെ അതുകൂടാതെ 10 സെൽഫ് ഫിനാൻസിങ് കോളേജസിലുണ്ട്. എന്താ ഞാൻ എഴുതി കാണിക്കാം. കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡാറ്റ സയൻസ് 3898 മുതൽ 51,800 വരെ പോയിട്ടുണ്ട്. 3898 മുതൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് ആകുമ്പോൾ കുറഞ്ഞ് ലോവർ റേഞ്ചിലേക്ക് പോകുക. ലാസ്റ്റ് എത്തുമ്പോൾ 52,000 51,800 വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI. അതിൽ മെഷീൻ ലേണിംഗ് ഇല്ല, കമ്പ്യൂട്ടർ സയൻസും AI മാത്രം. അതുള്ളത് 14 സ്വാശ്രയ കോളേജുകളുണ്ട്. ഏതാ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI. 14 സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 52,500 റാങ്ക് വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചിന് കിട്ടിയിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് ആയതുകൊണ്ട് കയറിപ്പോകും. പിന്നെ വേറെ കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു കോഴ്സ് പറയട്ടെ, CS പ്ലസ് സൈബർ സെക്യൂരിറ്റി. അടിപൊളി കോഴ്സാണെന്ന് പറഞ്ഞാൽ നല്ല സാധ്യതകൾ ഉണ്ടാവുമെന്നൊക്കെ പറയുന്ന ഒരു കോഴ്സാണ്. സൈബർ സെക്യൂരിറ്റി തിരുവല്ലയിലുണ്ട്, തൊടുപുഴയിലുണ്ട്. 28 കണ്ട എൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ, 28 സെൽഫ് ഫിനാൻസിങ് കോളേജിലുണ്ട് സൈബർ സെക്യൂരിറ്റി കോഴ്സ്. റേഞ്ച് ലാസ്റ്റ് പോയത് 52,500, 52,500 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ പറഞ്ഞ് ഒരു വെറൈറ്റി പിടിക്കണം, കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കണം എന്നുള്ളവർക്കുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ നൽകിയത്. നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, നമ്മൾ ഈ കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാറേ AI മാത്രം, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണ്ട, AI മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്ന കുട്ടികളുണ്ട്, സാധ്യതയുണ്ട്. CS ലേബലില്ലാതെ AI പ്ലസ് ഡാറ്റ സയൻസ് മാത്രമായിട്ട്, അതായത് യു ആർ ആൻ എഞ്ചിനീയർ ഇൻ ദ ഫീൽഡ് ഓഫ് എന്താ AI പ്ലസ് ഡാറ്റ സയൻസ്, അതിൽ CS എന്നുള്ള ടേമേ എടുത്തിട്ടില്ല. അങ്ങനെ AI പ്ലസ് ഡാറ്റ സയൻസ് മാത്രം എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നടത്തുന്ന ചേർത്തല, കരുനാഗപ്പള്ളി, പെരുമൺ, തൊടുപുഴ, പിന്നെ 25 ഇതൊക്കെ ഏതില്ല? ഇപ്പോൾ ഒരു ഐഡിയ ഇട്ടില്ല, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. ഇതൊക്കെ ഏതില്ല? ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്. അതുകൂടാതെ 25 സെൽഫ് ഫിനാൻസിങ് കോളേജിലുണ്ട്. അപ് ടു 52,500, 52,500 പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് AI സ്പെഷ്യലിസ്റ്റ് ആവണം, ഡാറ്റ സയൻസ് സ്പെഷ്യലിസ്റ്റ് ആവണം, CS ലേബലൊന്നും വേണ്ട, യെസ് ഇറ്റ് ഇസ് പോസിബിൾ. മനസ്സിലായില്ലേ? 52,500. പിന്നെ AI പ്ലസ് മെഷീൻ, എക്സ്ക്ലൂസീവായിട്ട് AI പ്ലസ് മെഷീൻ ലേണിംഗ് പഠിക്കണമെങ്കിൽ അത് MA കോളേജ് കോതമംഗലം, പിന്നെ കൂടാതെ 16 സെൽഫ് ഫിനാൻസിങ് കോളേജിലുണ്ട്. 52,300 റാങ്ക് വരെ അതിലും പോയിട്ടുണ്ട്. എയറോനോട്ടിക്കൽ പഠിക്കാൻ പറ്റുമോ കേരളത്തിൽ? സാറിനോ? ഹലോ സാർ, എയറോനോട്ടിക്കൽ പഠിക്കാൻ പറ്റുമോ സാർ? കേരളത്തിൽ പറ്റും. 4 കോളേജുണ്ട്, 4 സെൽഫ് ഫിനാൻസിങ് ആണ്. അത്യാവശ്യം നല്ല ഫീസ് ഉണ്ടാവും. 52,250 വരെ പോയിട്ടുണ്ട് എയറോനോട്ടിക്കൽ കേരളത്തിൽ. ഓക്കെ, ഓട്ടോമൊബൈൽ 3 സെൽഫ് ഫിനാൻസിങ് കോളേജസാണ്. 49,800 വരെ പോയിട്ടുണ്ട്. ഓട്ടോമൊബൈൽ 3 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 49,800 വരെ പോയിട്ടുണ്ട്. ബയോടെക്നോളജി പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബയോടെക്നോളജി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായി ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ കയറാനൊക്കെ കമൻ്റ് അയക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ലടാ, ബയോടെക്നോളജി പഠിക്കാം, ഇനിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സാണ്. SCT ട്രിവാൻഡ്രത്തുണ്ടത്. പിന്നെ അതുകൂടാതെ 2 സെൽഫ് ഫിനാൻസിങ് കോളേജിലുണ്ട്. റാങ്ക് റേഞ്ച് വന്നിരിക്കുന്ന SCTയിൽ 13,700 പോയിട്ടുണ്ട്. ഈ സ്വാശ്രയത്തിലില്ലേ 52,000, 52,500 വരെ. അപ്പോൾ ലിസ്റ്റിലുള്ള കുട്ടികൾക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വെറൈറ്റി എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാണ് ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മൾ ഈ സ്കാനിങ് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, CT സ്കാൻ, MR, വലിയ സ്കാനിങ് മെഷീൻസൊക്കെ, അതിൻ്റെ മെയിൻ്റനൻസ്, റിപ്പയറിംഗ് ഒക്കെ ചെയ്യാം. ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് വേണം, CS വേണ്ട എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടിക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് 8 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കേരളത്തിലുണ്ട്. 8 സെൽഫ് ഫിനാൻസിങ് കോളേജ്. റാങ്ക് 52,200 വരെ പോയിട്ടുണ്ട് കേട്ടോ. ബയോമെഡിക്കലെ മറക്കണ്ട. സിവില് കുറച്ച് പഴക്കമുണ്ട്, പഴയതാണെങ്കിലും പ്രൗഢിയൊന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ 10 ഗവൺമെൻറ് കോളേജുകളിൽ 10 ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജ്, പിന്നെ ഒട്ടനേകം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സിവിലുണ്ട്. സിവിലിന് ഗവൺമെൻറ്റിൽ കേട്ടോ 13,500 വരെ പോയിട്ടുണ്ട്. 13,500 ഒരു 500 പ്ലസ് കൂട്ടിക്കോ, ഒരു 14,000 വരെ ഈ വർഷം കിട്ടാൻ ചാൻസ് ഉണ്ട് സിവിലിൽ, ഗവൺമെൻറ്റിൽ.
ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 52,400, സെൽഫ് ഫിനാൻസിങ് ഒരു 52,800, 53,000 വരെയൊക്കെ സിവിലിന് കിട്ടുന്നുണ്ട്. കാരണം ഇഷ്ടം പോലെ കോളേജുകൾ സിവിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകൾ സിവിൽ കിട്ടണ ഒരു 13,500, 14,000 റാങ്കിൽ റേഞ്ച് വന്നാൽ കിട്ടും. കെമിക്കലോ ട്രൈ ചെയ്തൂടെ? കെമിക്കൽ അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾ ഫോറിൻ കൺട്രീസിലേക്ക് പോവാണ്, GCCയിൽ പെട്രോളിയം ആൻഡ് ഓയിൽ ഫീൽഡിൽ പോവാണ്, നല്ല സാലറി വേണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ കേരളത്തിൽ നിന്നിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയിലും പൊതുവെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ പിന്നെയും മുംബൈ ആ സ്ഥലത്തൊക്കെ ഡൽഹി ഏരിയാസിലൊക്കെ പിന്നെ അത്യാവശ്യം കിട്ടും. പിന്നെ നമ്മുടെ ഇവിടെ കെമിക്കൽ ഇൻഡസ്ട്രീസ് കുറവായതുകൊണ്ടാണ്. മക്കളെ, ഈ കെമിക്കലിൽ 3 ഗവൺമെൻറ് കോളേജിലുണ്ട്. കാലിക്കറ്റ്, തൃശ്ശൂർ, TKM. അവിടെ 8,500 റാങ്ക് വരെ പോയിട്ടുണ്ട് കെമിക്കലിന്. 8,500 വരെ പോയിട്ടുണ്ട് കെമിക്കലിന്. നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഫോറിനിലൊക്കെ പോകണമെങ്കിൽ നല്ലതാട്ടോ കെമിക്കൽ. എനിക്കൊക്കെ പരിചയമുള്ള ഒരുപാട് കുട്ടികൾ പോയിട്ട് നല്ല രീതിയിൽ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മളൊരു കമ്പ്യൂട്ടർ സയൻസ് പോലൊരു വൈറ്റ് കോളർ ഓഫീസ് ജോബല്ല. നമ്മൾ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും, കെമിക്കൽ പ്ലാന്റിൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. പെട്രോളിയം റിഫൈനിങ്ങിലൊക്കെ വരുമ്പോൾ നല്ല സാലറി കിട്ടും, പക്ഷേ റിസ്ക് എലമെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് അങ്ങനെ ഇരുന്ന് അനങ്ങാതെ ജോലി ചെയ്യണം എന്നാണെങ്കിൽ നടക്കില്ല. അല്പം റിസ്ക് എടുക്കുക, സാലറി കൂടുതൽ കിട്ടും, ട്രൈ ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് വീഡിയോ ഇപ്പോൾ സമയം കളയണ്ട. അപ്പോൾ ഇതുവരെ പോയ ഗവൺമെൻറ്റിൽ 8,500 വരെയും സെൽഫ് ഫിനാൻസിങ് 4 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കെമിക്കലുണ്ട്. 52,500 വരെ പോയിട്ടുണ്ട്, 52,500 വരെ. ഓക്കെ, പിന്നെ EB എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. EB തെറ്റിയതല്ല, EB, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ. അതും ഒരു ഡിമാൻഡിങ് ആയിട്ട് കാണുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ. പിന്നെ അത് ഒരു 2 കോളേജുകളാണ് ഉള്ളത്. ആ 2 കോളേജുകൾ 10,000 MSCയിലുണ്ട്. 10,500 to 41,000 വരെ പോയിട്ടുണ്ട്. കണ്ടോ, റാങ്ക് റേഞ്ച് കുറച്ച് കുറഞ്ഞു, 2 സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ EB മറക്കണ്ട, ബ്രാഞ്ചിൻ്റെ കോഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ. അതൊരു 10,000 മുതൽ 40,000 വരെയൊക്കെ ചാൻസ് ഉണ്ട്. EC പണ്ടേത്തെ നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, EC ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. EC 12 ഗവൺമെൻറ് കോളേജുകളിൽ 5,200 വരെ. ECക്ക് ഇനി ശരിക്കും ഞാനിതിനെക്കുറിച്ച് ഒരു പഠനങ്ങൾ നടത്തുമ്പോൾ ഈ AIൻ്റെ കാലഘട്ടത്തിൽ ഇനി വരാൻ സ്കോപ്പ് കൂടുതലുള്ള ഒരു ബ്രാഞ്ച് ഇലക്ട്രോണിക്സ് ആണെന്ന് പറഞ്ഞു. കാരണം ഇലക്ട്രോണിക്സ് AI എംബഡഡ് ആയിട്ടുള്ള, കാരണം ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ AI ഉപയോഗിക്കുമ്പോൾ അതിന് ബേസിക്കായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം അവിടെ വേണ്ടേ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 4 years കഴിഞ്ഞ് വരുമ്പോൾ ഇലക്ട്രോണിക്സിൽ കൂടുതൽ സാധ്യതകൾ, കാരണം AI വരുന്നതിനോട് കൂടിയിട്ട് ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഇലക്ട്രോണിക് സംഗതികൾക്കും AI എംബഡഡ് ആയിട്ട് വന്ന് AI ഇൻകോർപ്പറേറ്റ് ചെയ്ത് വന്ന് ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, വിദേശത്തൊക്കെ പോവുകയാണെങ്കിലും ഇലക്ട്രോണിക്സ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ മക്കളെ EC നമുക്ക് 5,200 വരെ പോയിട്ടുണ്ട്. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിൽ 46,000 വരെ, സെൽഫ് ഫിനാൻസിങ്ങിൽ 48,000 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേഞ്ചിൽ നമുക്ക് EC കിട്ടുന്നുണ്ട്. മറ്റ് ബ്രാഞ്ചുകളിൽ കൂടെ വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് ഓടിപ്പോയി നോക്കാം. പിന്നെ ട്രിപ്പിളി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 11 ഗവൺമെൻറ് കോളേജുകളിൽ 7,500 വരെ. ട്രിപ്പിളി 11 ഗവൺമെൻറ് കോളേജിൽ 7,500 വരെ. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിൽ 52,300 വരെ പോയിട്ടുണ്ട്. പിന്നെ EI ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അത് 2 സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ്. ഫിസാറ്റിലും ശബരി ട്രിവാൻഡ്രത്തും 34,000 വരെ പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡാക്കിയാണ്. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി 3 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുണ്ട്, അത് 51,000 വരെ പോയിട്ടുണ്ട്. പിന്നെ ഫുഡ് ടെക്നോളജി 3 ഗവൺമെൻറ് കോളേജുകളിലും ബാക്കി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ്, അത് 23,800 മുതൽ 51,000 വരെ ഫുഡ് ടെക്നോളജി പോയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് എഴുതി കാണിക്കാം. പിന്നെ IT ഇൻഫർമേഷൻ ടെക്നോളജി 3 ഗവൺമെൻറ് കോളേജുകളിൽ 9,500 വരെ പോയിട്ടുണ്ട്. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 36,000 വരെ പോയിട്ടുണ്ട്. മെക്കാനിക്കൽ 12 ഗവൺമെൻറ് കോളേജുകൾ 12,700, ഓൾമോസ്റ്റ് 13,000 വരെയൊക്കെ മെക്കാനിക്കൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിൽ 52,200 വരെ പോയിട്ടുണ്ട്. മെക്കാനിക്കൽ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിലും എല്ലാം കൂടിയിട്ട് 15,500. മെക്കാട്രോണിക്സ് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സും ചേർന്നതാണ്. 5 സെൽഫ് ഫിനാൻസിങ് കോളേജസിലുണ്ട്, 51,000 വരെ പോയിട്ടുണ്ട്. റോബോട്ടിക്സ് AI ഓട്ടോമോഷൻ ഇത് 6 സെൽഫ് ഫിനാൻസിങ് കോളേജിലും പിന്നെ കോട്ടയത്തുമാണുള്ളത്. ഒരു 7,400 മുതൽ 52,000 വരെ. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞത് ജസ്റ്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ വ്യത്യസ്തമായ കോളേജുകളുടെ റാങ്ക് റേഞ്ചും കോഴ്സിൻ്റെ കാര്യങ്ങളും മനസ്സിലായി. ഇന്ന് തന്നെ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് റെഡിയാക്കുക. ബാക്കി കൂടുതൽ സപ്പോർട്ടായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ്സിൽ വരും. അതുവരെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി തറവായിട്ടൊരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണേ. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.